ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹൊറർ ടെയിൽ ചാപ്റ്റർ 2 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ചാപ്റ്റർ 1 നമ്മുടെ ചാനലിൽ എന്തായാലും ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ട് എന്തായാലും കയറി കാണുക ഗൈസ്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഈസി മോഡാണ് ഗൈസ് എടുത്തേക്കുന്നത്. എന്താവും നമുക്കറിയില്ല, നോക്കി നോക്കാം ഇൻ ദ പ്രീവിയസ് എപ്പിസോഡ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഹൊറർ ടെയിൽ ചാപ്റ്റർ 1 നടന്ന കാര്യങ്ങളാണ് ഗൈസ് ഇത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാരിയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ പതിഞ്ഞ ഇതായിരിക്കും ഗൈസ്. ഓക്കെ, അത് നമ്മളെന്തായാലും കാണുകയാണ്. ഓക്കെ, നമ്മുടെ കിഡ്നാപ്പർ പിടിച്ചുകൊണ്ട് പോയതും അതുപോലെ നമ്മൾ മിസ്സിങ് ആയിട്ടുള്ളവരെ ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സമന്ത സ്റ്റോൺ, ബില്ലി, യമ, അവരുടെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മളവിടെ ഒരു സേഫ്റ്റി സിസ്റ്റം തന്നെ സെറ്റാക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഹാരിനൊന്നും കാണാനില്ല. അതാണ് നമ്മുടെ ചാപ്റ്റർ 1 നടന്ന സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കിഡ്നാപ്പർ നമ്മുടെ ഹാരിനെ ഡോളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ആ ടൈമിലാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടം വരെയായിരുന്നു നമ്മുടെ ചാപ്റ്റർ 1 ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഇനി എന്താവുന്നു ഒരു പിടിയില്ല ഗൈസ്. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇത് എവിടെയാണ് നമ്മൾ ഗൈസ് എവിടെ കൊണ്ട് നമ്മൾ പൂട്ടിയിട്ടേക്കാണ് ഗൈസ്. ഏതൊരു അണ്ടർഗ്രൗണ്ടാണെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒന്നും നമ്മൾ ചാപ്റ്റർ 1 വന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഇത് ഏതാണ് ഗൈസ് ഈ സ്ഥലം? ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ നിന്ന് എങ്ങനെയാണ് ഗൈസ് നമ്മൾ എസ്കേപ്പ് ആവാ? ഇത് തുറക്കാൻ വലിയ കീ ഉണ്ടോ അറിയില്ല. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഇവിടെ എന്തോ കുഴിക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുഴിക്കാനുള്ള സാധനം നമ്മൾ ഇവിടെ നിന്ന് എല്ലായിടത്തും കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇതെന്താണ്? സ്റ്റോൺ വാൾ. ഓ ഗൈസ്, ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഓക്കെ, അതാണ് ഗൈസ് കളി. നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ എടുത്ത് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ഓക്കെ, അതെന്തായാലും കൊള്ളാം ഗൈസ്. ഇവിടെ എന്തോ സാധനം നമുക്ക് കുഴിക്കാനുണ്ട്. അത് കുഴിക്കാനുള്ള സാധനം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. നമുക്ക് എന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഷോയിൽ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ കുഴിക്കാനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുഴിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിവിടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ വഴി ഇനി പോകണം എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, നമ്മൾ ആ വഴി എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്? ഞാൻ എന്തായാലും അവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഒരു കല്ലെടുക്കാം ഗൈസ്. കാരണം നമ്മുടെ കിഡ്നാപ്പർ എവിടെയാണ് നമുക്ക് യാതൊരു പിടിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി പോവാം. ഓക്കെ, ഇതാരാണ് ഗൈസ്? ഓക്കെ, ഇത് സമന്തി അല്ലേ ഗൈസ്? യെസ് ഗൈസ്, ഇത് സമന്തിയാണ്. നമ്മളങ്ങനെ സമന്തേനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സമന്തയ്ക്ക് നമ്മളെ അറിയാം കേട്ടോ ഗൈസ്. നമ്മളെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മുടെ സമന്ത പറയുന്നത്. ഓക്കെ, സമന്ത നമ്മളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സമന്തയുടെ ഫ്രണ്ട്സൊക്കെ സമന്തേനെ സാം എന്നാട്ടോ ഗൈസ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കും സമന്തേനെ സാം എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സമന്തേനെയാണ് ഗൈസ് നമ്മുടെ കിഡ്നാപ്പർ ഫസ്റ്റ് ടൈം പിടിച്ചുകൊണ്ട് വന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ബില്ലീനെയും എമേനെയും പിടിച്ചുകൊണ്ട് വന്നതെന്നാണ് നമ്മുടെ സാം പറയുന്നത്. ഓക്കെ, കണ്ടില്ല ഗൈസ്, വി ആർ ദ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സമന്തേനെയാണ് ഗൈസ് ഫസ്റ്റ് അവർ പിടിച്ചുകൊണ്ട് വന്നത്, അതായത് കിഡ്നാപ്പർ പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ എന്തായിരിക്കും ഗൈസ് നമ്മുടെ സമന്തേനെ ഡോളാക്കി മാറ്റാത്തത്? അതറിയില്ല കേട്ടോ. നമ്മുടെ എമേനെയും അതുപോലെ തന്നെ ബില്ലീനെയും അവർ ഡോളാക്കി മാറ്റിയിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മുടെ സമന്തേനെ ഇവിടെ പൂട്ടിയിട്ടേക്കാട്ടോ. കാലിൽ പൂട്ടിയിട്ടേക്കാണ്. ഓക്കെ, നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എസ്കേപ്പ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ സമന്ത പറയുന്നുണ്ട് നോ ചാൻസ് എന്ന് പറയുന്നുണ്ട് ഗൈസ്. കാരണം നമ്മുടെ ഹാരിനെ അറിയാലോ ഗൈസ്. ഹാരി ബ്രില്യൻ്റ് ആണ്. ചെങ്ങായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറേ നോക്കി, പക്ഷെ പറ്റിയില്ല എന്നാണ് നമ്മുടെ സമന്ത പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മളൊരു വാക്കി ടോക്കി കൊടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫാമിൽ വേറൊരു വാക്കി ടോക്കി എന്തായാലും ഉണ്ട് ഗൈസ്. അത് നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോൾ നമുക്ക് ആ വാക്കി ടോക്കിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമന്തിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരുന്ന വാക്കി ടോക്കി നമ്മൾ സമന്തയ്ക്ക് കൊടുത്തേക്കണേ. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് സേഫ് അല്ല എന്നാണ് നമ്മുടെ സമന്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം ഗൈസ്. ഓ ഗൈസ്, പുറത്ത് തന്നെ നമ്മുടെ കിഡ്നാപ്പർ ഉണ്ട്, പണി വാളിയിട്ടുണ്ട് എന്തായാലും. ഓ ഗൈസ്, എടാ അവൻ കോടാലി വെച്ച് എറിഞ്ഞ് ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവാം ഗൈസ്. എടാ ഇത് ഏത് വഴിയായിരുന്നു? ഓക്കെ ഗൈസ്, എനിക്ക് ഓർമ്മയുണ്ട്, ഈ വഴിയാണ് ഗൈസ് നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റുക. യെസ് ഗൈസ്, ഈ വഴി തന്നെയാണ്. അവൻ പുറകെ ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് ഗൈസ്? നമുക്ക് ഇവിടുന്ന് ഒരു പിക്ക് ലോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു പിക്ക് ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടുന്ന സാധനമാണ് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ ഇവിടെ. ഓക്കെ ഗൈസ്, കിഡ്നാപ്പർ ആരെ വരുന്നുണ്ട് കേട്ടോ, കിഡ്നാപ്പർ വരുന്നുണ്ട്. അവിടെ ഇത് ചാപ്റ്റർ 1 കുറച്ചും കൂടി സീനായിരിക്കും എന്നായിട്ട് എനിക്ക് തോന്നണേ ഗൈസ്. കിഡ്നാപ്പർ ആരെ വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് എന്തായാലും ഇടും ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവും. നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ 3 സാധനമാണ് ഗൈസ് നമുക്ക് മാക്സിമം ഇടാൻ പറ്റുക. ഓക്കെ, ഞാൻ എന്തായാലും പിക്ക് ലോക്ക് എന്തായാലും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിക്ക് ലോക്ക് മിക്കവാറും ആവശ്യമുള്ള സാധനം തന്നെ ആയിരിക്കും ഗൈസ്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് എന്തായാലും നോക്കണം. ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ കേട്ടോ ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ടല്ലോ. അവനിവിടെ. ഓ ഗൈസ്, അവനതിൽ വരുന്നുണ്ട് ഗൈസ്, അവനതിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, നമ്മളെന്തായാലും കണ്ടിട്ടില്ല അവൻ. ഇവിടുന്ന് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇവിടുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് നേരെ ഫാമിലിയിലേക്ക് പോവാം. കാരണം നമ്മളോട് ഫാമിലിയിലേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കണേ. ഫാമിലാണ് നമ്മുടെ വാക്കി ടോക്കി ഉള്ളത്, അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് സമന്തിയായിട്ട് നമുക്ക് എന്താ പറയുക, സമന്തിയായിട്ട് നമുക്ക് സംസാരിക്കണം ഗൈസ്. ആ വാക്കി ടോക്കി എങ്ങനെയും കണ്ടുപിടിക്കണം സമന്തിയായിട്ട്, എന്നാലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ് ഗൈസ്? ഓക്കെ, നമുക്കൊരു സ്കൂൾ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ഒരു സ്കൂൾ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി സ്കൂൾ തുറക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ ചാപ്റ്റർ 1 നമുക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഗൈസ്. പിന്നെ ഇവിടെ നമുക്കൊരു ടാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ടാപ്പൊക്കെ എന്തിനാണ്? നമ്മളെന്താ പ്ലംബിങ്ങിന് പോകുന്ന? അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, റിപ്പല്ലൻ്റാ ഗൈസ്. ഇതെന്താണ് സാധനം ഗൈസ്? നമ്മുടെ വാക്കി ടോക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതെന്തായാലും നമുക്ക് എടുക്കണം ഗൈസ്. ഇതിനകത്തൊരു കൊതുകിൻ്റെ പടം പോലത്തെ എന്തൊരു ഇതാണ് കൊടുത്തേക്കണം. ഇതെന്തിനാണ് ഗൈസ്? എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അതവിടെ ഇടാം. നമ്മുടെ പിക്ക് ലോക്ക് എടുത്ത് എന്തായാലും നമുക്ക് ഇവിടെ ഇടാം ഗൈസ്, കാരണം അതവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ടാപ്പ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി, പിന്നെ സ്കൂൾ കീയും കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, അത് ബ്ലോക്ക്ഡ് ആണ്. വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ് ഗൈസ്? നമുക്കൊരു ഓയിൽ ക്യാൻ കിട്ടി. ഓക്കെ ഗൈസ്, നമുക്കൊരു ഓയിൽ ക്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സൈക്കിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്തായാലും ഇടാം. ഇല്ല ഗൈസ്, സൈക്കിളിൽ ഇടാൻ പറ്റില്ല, സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് എന്ത് ഫുള്ളാണ്, നോക്കി നോക്കാം. ഇല്ല ഗൈസ്, ബാസ്ക്കറ്റ് ഫുള്ളാണ്. എന്തായാലും ഓയിൽ ക്യാൻ എന്തായാലും അവിടെ കിടക്കട്ടെ ഗൈസ്. ഇവിടെ നിന്ന് ഇപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? എന്തായാലും നമുക്ക് ഫുൾ ഇവിടെ സെർച്ച് ചെയ്തിട്ട് മാത്രം നമുക്ക് പോവാം ഗൈസ്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ഇല്ല ഗൈസ്, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ടാപ്പും കിട്ടി, അതുപോലെ തന്നെ ഒരു ഓയിൽ ക്യാന് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്തായാലും പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മളൊരു കാര്യം മറന്നു, നമ്മുടെ വാക്കി ടോക്കി എടുക്കാൻ മറന്നു ഗൈസ്. എന്തായാലും ഞാൻ വാക്കി ടോക്കി എടുക്കട്ടെ, അത് എടുത്തിട്ടാണ് കളി നടക്കുള്ളൂ ഗൈസ്. ഓക്കെ, നമ്മുടെ സമന്ത എന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സമന്ത ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ആ പ്ലാൻ അനുസരിച്ച് വേണം നമ്മൾ കളിക്കാൻ. ഓക്കെ ഓക്കെ ഗൈസ്, ഗൈസ് അപ്പോൾ നമ്മുടെ സമന്ത പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്ക ഗുളിക ഉണ്ട് ഗൈസ്. ആ ഉറക്ക ഗുളിക നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം. അതായത് നമ്മുടെ സമന്തയും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നാപ്പറും ഒരുമിച്ചിരുന്നാണ് ഗൈസ് ഫുഡ് കഴിക്കുന്നത്.
നമ്മുടെ കിഡ്നാപ്പറിൻ്റെ കയ്യിലാണ് നമ്മുടെ സമന്തേനെ പൂട്ടിയിട്ടേക്കണ സെല്ലിൻ്റെ കീ ഉള്ളത്. അപ്പോൾ നമ്മുടെ സമന്തയുടെ ഒപ്പം ഇരുന്നാണ് നമ്മൾ കിഡ്നാപ്പർ ഫുഡ് കഴിക്കണേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഓർക്ക ഗുളിക നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ സമന്ത ആ ഓർക്ക ഗുളിക എടുത്ത് നമ്മുടെ കിഡ്നാപ്പറിൻ്റെ ഫുഡിലിടും. കിഡ്നാപ്പറിനെ നമ്മൾ ഉറക്കി കെടുത്തിയിട്ട് നമ്മൾ സമന്തേനെയും കൊണ്ട് എസ്കേപ്പ് ആവും ഗൈസ്. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓർക്ക ഗുളിക കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. കാരണം നമ്മുടെ സ്കൂളിൽ ഒരു മെഡിക്കൽ റൂം ഉണ്ട് ഗൈസ്. അവിടെ നിന്നാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ആ മെഡിക്കൽ റൂമിൻ്റെ കീ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സമന്ത. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആ സ്ലീപ്പിംഗ് പ്ലേസ് കണ്ടുപിടിക്കണം ഗൈസ്. ഓർക്ക ഗുളിക കണ്ടുപിടിച്ച് നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം. അതാണ് ഗൈസ് കളി. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, പിന്നെ ഇതിനകത്ത് പുതിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ മൈനുമാണ് ഗൈസ്. ഈ 2 സ്ഥലങ്ങളാണ് പുതിയ സ്ഥലങ്ങളായിട്ടുള്ളത്. നമുക്ക് നേരെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാം ഗൈസ്. സ്കൂളിൽ പോയിട്ട് സ്കൂളിലാണ് നമ്മുടെ മറ്റേ എന്താ പറയുക ഓർക്കഗുളിക ഉള്ളത്. പക്ഷെ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ കേട്ടോ. ഇല്ല ഗൈസ്, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എടുക്കാൻ. നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ ഇപ്പുറത്തേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ 1 ഇപ്പുറയായിരുന്നു നമ്മുടെ സ്കൂൾ ബസ് കിടന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഓ ഗൈസ്, ഇതൊക്കെ കണ്ട, ഇതൊക്കെ ബ്ലോക്ക് ചെയ്തവന്മാർ. നമ്മുടെ കിഡ്നാപ്പർ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. ഇതെന്താണ്? ഓക്കെ, ഇത് നമുക്കിങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും അവിടെ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മളിനി സ്കൂളിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ് കളി. അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് തരേണ്ട കാര്യമില്ലല്ലോ. യെസ് ഗൈസ്, ഞാൻ എന്തായാലും അത് തുറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും സ്കൂൾ കീ അവിടെ കിടക്കട്ടെ. നമ്മുടെ കിഡ്നാപ്പർ ചിലപ്പോൾ ഇപ്പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയാലാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ഞാൻ എന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഓയിൽ ക്യാൻ എടുത്ത് നമ്മുടെ സൈക്കിളിലേക്ക് വെക്കട്ടെ. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ മൈനിലേക്കാണ് ഗൈസ് പോകുന്നത്. പുതിയ സ്ഥലമാണ്. ഓക്കെ, നമ്മളങ്ങനെ മൈനിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ എവിടെയാണ്? ഓ ഗൈസ്, കിഡ്നാപ്പർ എവിടെയാണ്? കിഡ്നാപ്പറിനെ കണ്ട പണി പാളും. ഓ ഗൈസ്, കിഡ്നാപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. എടാ പണി പാളിയാനിപ്പോൾ. കിഡ്നാപ്പർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അവൻ അപ്പുറത്തേക്കാട്ടോ പോണേ. ഇതെന്താണ്? ചാക്ക ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ചാക്ക അവിടെ വെച്ചേക്കാണ് ഗൈസ്. ബാഗ് ഫോക്ക്. ഓ ഗൈസ്, ഈ ചാക്ക് എന്തിനാണ്? എടേ, എന്തൊക്കെയാണ് ഗൈസ് നടക്കണേ എനിക്കറിയില്ല. ഒരു ചാക്കുണ്ട് അവിടെ. ആ ചാക്ക് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇതെന്താണ്? ഒരു ട്രോളി ഉണ്ടല്ലോ ഗൈസ് ഇവിടെ. ഓക്കെ, ഞാൻ എന്തായാലും തള്ളി വിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് പൊളിക്കണം ഗൈസ്. അത് പൊളിച്ച് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. പക്ഷേ ഇപ്പം അത് പൊളിഞ്ഞിട്ടില്ല ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ട്രോളിക്കകത്ത് നമ്മൾ വെയിറ്റ് വെക്കണം എന്നാണ് എനിക്ക് തോന്നണത്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടൊരു ചാക്കില്ല ഗൈസ്. ആ ചാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ട്രോളി തള്ളി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിയായിരിക്കും. ഇനി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഗൈസ് മിക്കവാറും അത് പൊളിയാത്തത്. അങ്ങനെ ആവാനാണ് ഗൈസ് ചാൻസ് കൂടുതലും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം അത്. ഓക്കെ, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവൻ അപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ഇത് നല്ല പാടാടാ. ഓ ഗൈസ്, ഇത് നല്ല പാടാണ്. ചാപ്റ്റർ 1 ഭയങ്കര പാടാന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. സൗണ്ട് കേൾക്കുന്ന അടുത്തേക്ക് നമ്മുടെ കിഡ്നാപ്പർ പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ കല്ല് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ കിഡ്നാപ്പർ എന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, കിഡ്നാപ്പർ എന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇവിടുന്ന് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. മിക്കവാറും ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു കല്ല് എടുത്തിട്ടുണ്ട്. എടാവൻ താഴത്തേക്ക് ഇറങ്ങി. പണി വാളി ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഈ കല്ലവൻ്റെ മേത്തേക്ക് എറിയാൻ പോവാണ് ഗൈസ്. ഓക്കെ, അവൻ നമ്മളെന്തായാലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഈ വഴി നേരെ മേളിലേക്ക് കയറട്ടെ. ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും മേളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതെന്താണ്? ഓക്കെ ഗൈസ്, അവിടെ ഒരു ചാക്ക് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ചാക്ക് ആയിരിക്കില്ല ഗൈസ്. മേ ബി 2 ചാക്കോ 4 ചാക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഈ ഒരു ചാക്ക് എടുത്താലോ? ഗൈസ് വെയിറ്റ്. അവൻ മേളിലേക്ക് കയറിയിട്ടുണ്ട്. എടാ, ഈ ചാക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇതെന്താണ്? ഗിയറാ ഗൈസ്. എന്തൊരു ഗിയർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എടാ, ഈ ചാക്ക് വെച്ച് നമുക്കൊന്ന് നടക്കാൻ പോലും പറ്റില്ല ഗൈസ്. ഓടാൻ പോലും പറ്റില്ല. അയ്യോ, പണി പാളി.
ഗൈസ് നമുക്ക് എന്തായാലും ഈ ചാക്ക് നേരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടാട്ടാ. അവൻ കയറി വന്നു കഴിഞ്ഞാൽ പണി വാളും. ഗൈസ് അവനെവിടെ? ഗൈസ് അവനെവിടെ? ഗൈസ് അവനെ കാണാനില്ലല്ല. ഗൈസ് അവനെവിടെയാണ് ഗൈസ്? ഓ ഗൈസ് അവൻ താഴെ ഉണ്ട് കേട്ടാ. താഴെയുണ്ട്. അവൻ മേളിലേക്ക് കയറി വരാൻ കേട്ടാ. വരുന്നുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്, അല്ലെങ്കിൽ പണിയാവുമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഞാൻ ആ കല്ല് വീണ്ടും അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ ആ സൗണ്ട് കേട്ടില്ല എന്ന് തോന്നുന്നു. അവനവിടെ നിൽക്കുക കേട്ടാ. ഗൈസ് ഒരു ഗിയർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് എനിക്കറിയില്ല. എടാ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. പുള്ളി വരുന്നുണ്ട്. ഇല്ല അങ്ങോട്ട് പോയിട്ടാ. പോയി. യെസ് ഗൈസ് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ സാധനം സെറ്റ് ആക്കണം ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. ഓ ഗൈസ് എന്തായാലും താഴെ കിടക്കട്ടെ. നമുക്കെന്തായാലും ഈ ചാക്ക് എടുത്ത് നമ്മുടെ ട്രോളിക്കകത്ത് വെച്ച് നോക്കാം ഗൈസ്. അതിനു മുമ്പ് നമ്മുടെ ട്രോളി അവിടെയാണ്. നമുക്ക് ട്രോളി തള്ളിക്കൊണ്ട് വരണമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഓക്കെ അവൻ താഴത്തേടെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും നേരെ നമ്മുടെ ട്രോളിയുടെ അടുത്തേക്ക് പോവാം. ട്രോളി തള്ളി നമ്മൾ പഴയ പൊസിഷനിലേക്ക് തന്നെ നമ്മൾ തള്ളി കയറ്റണമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് അങ്ങനെ തന്നെയാണ് കളി. മിക്കവാറും നമ്മൾ ഈ സാധനത്തിന് വെയിറ്റ് വെച്ചിട്ടായിരിക്കും ഇത് തള്ളി വിടേണ്ടത്. അങ്ങനെയാവാനാണ് ചാൻസ്, അല്ല അതിനിപ്പോൾ വേറെ കളിയൊന്നുമില്ല ഗൈസ്. ഓക്കെ യെസ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഗൈസ് സംഭവം. ഓക്കെ കല്ലെടുത്തോ ഗൈസ്. പിന്നെ ഞാൻ എവിടെങ്ങാണ്ടൊക്കെ ഒരു ചാക്ക് കണ്ടിട്ടുണ്ടായി. ആ ചാക്കും കൂടി നമുക്ക് എടുത്തുകൊണ്ടൊന്ന് ഇതിനകത്തേക്ക് വെക്കണം ഗൈസ്. അതാണ് നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. അവനിവിടെ കാണാനില്ല. യെസ് ഗൈസ് അവനല്ലേ വരുന്നുണ്ട് കേട്ടോ. അവൻ താഴത്തേക്ക് ചാടി ഗൈസ്. ഇവിടെയായിട്ട് നമ്മളൊരു ചാക്ക് കണ്ടിട്ടുണ്ടായി. ആ ചാക്ക് എടുക്കണം ഗൈസ്. അതിനു മുമ്പ് യെസ് ഗൈസ് അവൻ ആ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനെന്തായാലും ഈ ചാക്ക് എടുത്തുകൊണ്ട് നേരെ ഈ വഴി പോട്ടെ കേട്ടോ. അങ്ങനെ നമുക്കിപ്പോൾ 2 ചാക്കായി. ഇനി വേറെ ചാക്ക് കണ്ടുപിടിക്കാനുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നമുക്കെന്തായാലും നോക്കണം ഗൈസ്. വേറെ ചാക്ക് കണ്ടുപിടിക്കാനുണ്ടോയെന്ന് ഞാൻ എന്തായാലും നോക്കട്ടെ. അപ്പോൾ 2 ചാക്ക് നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. വേറെ ചാക്കും കൂടി ഉണ്ടോയെന്ന് നോക്കട്ടെ. കല്ലെടുത്ത് കൈ പിടിച്ചേക്കാം ഗൈസ്. അവൻ എപ്പോഴാണ് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. അവനെവിടെ ഗൈസ്? അവനെ കാണാനില്ല. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് കേട്ടാ, പക്ഷെ ചെങ്ങാനെ കാണാനില്ല ഗൈസ്. അവനെവിടെ? ഓ ഗൈസ് അവൻ ഈ വഴി കയറി വന്നടാ ഗൈസ്. അവൻ എന്നെ കണ്ടില്ല കേട്ടാ. ഞാനെന്തായാലും ആ കല്ല് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. അവൻ തിരിച്ച് അങ്ങോട്ട് എന്നെ ചെല്ലുകയാണ്. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ടേക്ക് തിരിയും ഗൈസ്. അതാണ് വേറൊരു വിഷയം ഗൈസ്. സത്യം പറ ഐസ്ക്രീം കടക്കാരനേക്കാളും സീനാട്ടോ ഇവൻ, ഒരു രക്ഷയില്ല. ഓക്കെ അവൻ തിരിച്ച് കയറി വരുന്നുണ്ട്. ഞാനെന്തായാലും താഴത്തേക്ക് ഇറങ്ങട്ടെ. ഇറങ്ങ് ഗൈസ്. ഇവിടെ എവിടെ കണ്ടായിട്ട് ഞാനൊരു ചാക്ക് കണ്ടായിരുന്നില്ല. ഓ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത ചാക്ക് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ എനിക്ക് തോന്നുന്നു മിക്കവാറും താഴെ എത്തിയെന്നാണ് തോന്നണേ. അവനെവിടെ? എടാ ഞാൻ പറഞ്ഞില്ല അവൻ താഴെ എത്തി ഗൈസ്. കല്ലെടുത്ത് ഞാൻ എന്തായാലും അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. എടാ എനിക്ക് കയറി പോയാൽ മതിയായിരുന്നു, പക്ഷേ ഇതിന് ഭയങ്കര വെയിറ്റാണ് ഗൈസ്. ഈ ചാക്കിന് ഭയങ്കര വെയിറ്റാണ്. എടാ അവൻ നമ്മളെ കണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അവനെന്തായാലും വന്നിട്ട് പോട്ടെ, എന്നിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് എണീക്കുന്നുള്ളൂ. ഓക്കെ ഗൈസ് അവൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിഡ്നാപ്പർ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ എടാ ഇത് നല്ല പണിയാടാ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എണിച്ചിട്ടുണ്ട്. എടാ കിഡ്നാപ്പർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ ചാക്ക് എന്ത്? യെസ് ഗൈസ് ചാക്ക് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഞാൻ നേരെ മേളിലേക്ക് കയറുകയാണ്. വേറെ ചാക്കൊന്നും ഇനി ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഈ വേറെ ചാക്കൊന്നും കണ്ടിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. യെസ് ഗൈസ് അവൻ അതിൽ കയറിയിട്ടുണ്ട്. ഈ ചാക്കിന് ഭയങ്കര കനാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചാക്ക് അവിടെ കൊണ്ട് ഇട്ടേക്കണേ.
നമുക്കെന്തായാലും നോക്കണം. ഗൈസ് അവനവിടെ തന്നെ നിൽക്കാനുള്ള. ഓക്കെ, അവൻ താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകുമായിരുന്നു ഗൈസ്. ഓക്കെ, അവൻ താഴത്തേക്ക് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നൈസായിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്തായാലും ഈ ചാക്ക അതിനകത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഇനി നമുക്ക് തള്ളി നോക്കാം. സെറ്റായാൽ മതിയായിരുന്നു. ഓക്കെ, യെസ് ഗൈസ്, സംഭവം തകർത്തിട്ടുണ്ട് നമ്മളതിനകത്തേക്ക്. ഗൈസ് നമുക്കിനി അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വേറൊരു ട്രെയിനാണ് ഗൈസ് കിടക്കുന്നത്, ഒരു ട്രോളിയാണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കയറി ഓടിക്കാൻ പറ്റില്ല ഗൈസ്. ഓ ഗൈസ്, നമുക്കൊരു ഗിയർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയില്ലായിരുന്നാ? അത് ഇവിടെ വെക്കാനാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സാധനം മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് ഇവർ. എടാ, അത് ഇവിടെ വെക്കാനായിരിക്കും ഗൈസ്, ഇവിടെ വെക്കാനാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഗിയർ എടുത്തുകൊണ്ട് വരണം ഗൈസ്. അവനോട് എടുത്തുണ്ടോ എന്ന് ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. നമ്മൾ മാക്സിമം ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, എടാ അവനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, അവനവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചേക്കാണ് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിപൂർവ്വം ഗൈസ് നമ്മൾ കളിക്കണം, അല്ലെങ്കിൽ പണിയാണ്. നമ്മൾ ഒരു ലൈഫ് പോലും നമ്മൾ കളയരുത്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഗൈസ്, അവൻ എവിടെയാണ്? അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാണ്ടല്ല. ഓ ഓ ഗൈസ്, അവൻ ദേ പോണിട്ടാ. അവൻ താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ സെറ്റാണ് ഗൈസ്. ഓക്കെ, അവൻ താഴത്തേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ ഗിയർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗിയർ എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. നമ്മുടെ ട്രോളിക്കകത്ത് കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് ഗിയർ സെറ്റ് ചെയ്യണം. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു ഭാഗം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്കിത് ഏകദേശം എനിക്കറിയാം ഗൈസ്. പിന്നെ ഈ ട്രെയിനകത്ത് നമ്മൾ ഒരു ഓയിൽ ഒഴിക്കണം ഗൈസ്. ആ ഓയിൽ നമുക്ക് വേണം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഗൈസ്, കണ്ടില്ലേ? നമുക്കൊരു ഗ്രീസ് വേണമെന്നാണ് ഇവർ പറയുന്നത്. ഒരു ഓയിൽ നമുക്ക് വേണം. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഗൈസ്. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായുള്ളൂ. ഒരു ഷോർട്ടായിരുന്നു ഗൈസ് ഈ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ട്രെയിനിൻ്റെ സംഭവം എനിക്ക് അറിയാം ഗൈസ്. ഇവിടെ തൊട്ടുള്ള ഭാഗമായിട്ടോ ഗൈസ് എനിക്ക് അറിയാവുള്ളൂ. ബാക്കി അങ്ങോട്ടേക്കുള്ള കേസൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ഗ്രീസ് വേണം ഗൈസ്. ആ ഗ്രീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ട്രെയിൻ അവിടെ നിന്ന്, ആ ട്രോളി നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇനി ആ ഗ്രീസ് അവിടെ പോയി കണ്ടുപിടിക്കുന്ന എനിക്ക് യാതൊരു പിടിയില്ല ഗൈസ്. നമുക്കെന്തായാലും ഇവിടുന്ന് നൈസായിട്ട് വേറെ എല്ലായിടത്തേക്കും പോകണം. നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാലൊന്നും എനിക്കിതൊരു ഉണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാലാ? അവൻ അങ്ങോട്ടേക്കാണ് ഗൈസ് പോയേക്കുന്നത്. അവൻ താഴത്തേക്ക് പോയാലാണ് നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പോവാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അവൻ താഴത്തേക്ക് എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. താഴത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. അവൻ താഴെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇനി എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ വഴി പോയാലാ? എനിക്ക് ആ വഴി അത്രയ്ക്കും ഇതായിട്ട് തോന്നിയിട്ടില്ല. ഈ വഴി പോയി നോക്കാം. ഓ ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ അവിടെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് മാറുന്ന ഞാൻ കണ്ട് ഗൈസ്. കിഡ്നാപ്പർ ഇവിടെ ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, കിഡ്നാപ്പർ ദേ അവിടെ ഇപ്പുണ്ട്. ഇവിടുന്ന് എന്തായാലും എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും ഗൈസ്, അതെന്തായാലും ഉറപ്പാണ്. ഇവിടുന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും. നമുക്ക് നേരെ ഇനി ഇവിടേക്ക് വരാം. ഇവിടുന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും, ഉറപ്പാണ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇവിടെ അടുത്തൊക്കെ പോയി നോക്കട്ടെ കേട്ടോ ഞാൻ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഇതെന്താണ്? ഓയിൽ ടാങ്ക്. ഓക്കെ ഗൈസ്, ഒരു ടാപ്പ് ഗൈസ്. ആ ഒരു ഓയിൽ ടാങ്കാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടേ. അതിനൊരു ടാപ്പ് വേണം. നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം, നമുക്കൊരു ടാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, കിഡ്നാപ്പർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ടാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടാപ്പായിരിക്കും ഗൈസ് മേ ബി ഇവിടെ വെക്കണ്ടേ. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിക്കാം കേട്ടോ. ഒളിച്ചിക്കാം. അവൻ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ് ഗൈസ്, നമുക്കൊരു ടാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടാപ്പ് നമുക്ക് എന്തായാലും അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓയിൽ ടാങ്കിൽ നമ്മൾ ടാപ്പ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം.
ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, കിഡ്നാപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പൊക്കോ 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 പൊക്കോ. ഓക്കെ ഗൈസ്, കിഡ്നാപ്പർ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ്, കിഡ്നാപ്പർ നമ്മൾ കണ്ടായിരുന്നു. എടാ അവൻ പുറകെ ഉണ്ട് ഗൈസ്, അവൻ പുറകെ ഉണ്ട്. നോക്കട്ടെ കേട്ടോ ഗൈസ്, കിഡ്നാപ്പർ വരുന്നുണ്ട് കേട്ടോ. കിഡ്നാപ്പർ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ടൊന്ന് മുങ്ങട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം കേട്ടോ. കിഡ്നാപ്പർ ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ടാപ്പ് എടുത്ത് നമ്മുടെ ഓയിൽ ടാങ്കിൽ സെറ്റ് ചെയ്യാം ഗൈസ്. നോക്കി നോക്കട്ടെ. ഓക്കെ ഗൈസ്, ചെങ്ങായിനെ ഓക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, അവിടെ എനിക്കിത് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലടാ. കാരണം ഇത് കുറേ പരിപാടി ചെയ്യാനുണ്ട് ഗൈസ്. ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. എനിക്കറിയില്ല ഗൈസ്, ഇതെന്താ സംഭവം എന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ഇതിനേക്കാളും എളുപ്പമാണെന്ന് തോന്നുന്നു ചാപ്റ്റർ 1. നമുക്ക് എന്തായാലും നേരെ പോയി നമ്മുടെ ടാപ്പ് എടുക്കാം ഗൈസ്. ടാപ്പ് എടുക്കാം. യെസ്, ഞാനെന്തായാലും ടാപ്പ് എടുത്തിട്ടുണ്ട്. ഈ ടാപ്പിന് നമ്മൾ നേരെ കൊണ്ടുപോയി നമ്മുടെ ഓയിൽ ടാങ്കിൽ സെറ്റ് ചെയ്യണം. അങ്ങനെയായിരിക്കും കളി. യെസ് ഗൈസ്, ടാപ്പ് എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഓയിൽ ടാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഓയിൽ ടാങ്ക് അല്ല, ഓയിൽ ക്യാൻ. എനിക്ക് തോന്നുന്നു ആ ഓയിൽ ക്യാനിലേക്കായിരിക്കും മേ ബി നമ്മൾ നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഓയിലായിരിക്കും ഗൈസ് നമ്മൾ നമ്മുടെ ട്രെയിൻ, അതായത് നമ്മുടെ ട്രോളി ഉണ്ടല്ലോ ഗൈസ്, ആ ട്രോളിയിൽ ഒരു ഓയിൽ ഒഴിക്കണം. അങ്ങനെയായിരിക്കും ഗൈസ് കളി. നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ കിഡ്നാപ്പർ എവിടെയാണെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് അവനെ കാണാനില്ല കേട്ടോ. അവൻ അപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ ഗൈസ്, അവനിവിടെ കാണാനില്ല ഗൈസ്. ഞാൻ എന്തായാലും നേരിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു കളി. അപ്പോൾ ഈ ഒരു ഓയിൽ ടാങ്കിലേക്ക് നമ്മളെന്തായാലും ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓയിൽ ക്യാൻ കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ട്രോളിയിലേക്ക് ഒഴിക്കണം ഗൈസ്. നമ്മുടെ ഗ്രീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ട്രോളിയിലേക്ക് പണി പാളിയാനെ ഗൈസ്. ജസ്റ്റ് മിസ്സാണ് ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. ഇപ്പോൾ പണി പാളിയാനെ. അപ്പോൾ ഞാനെന്തായാലും ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ഒരു റൂമുണ്ടല്ലോ. ഇതെന്താണ്, തേനീച്ചയാ ഗൈസ്? അവിടെ എന്തോ സാധനം എടുക്കാനുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഗൈസ്, കാരണം അതിൻ്റെ ഉള്ളിൽ തേനീച്ച കൂടാണ്. ഓക്കെ, ഗൈസ്, എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന്, എന്തോ റെപ്പല്ലൻറ്റോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കൊതുകിൻ്റെ പടം പോലത്തെ ഒരു ഇതാണ് കൊടുത്തിട്ടുണ്ടായത്. മേ ബി ആ സാധനം വെച്ചിട്ട് നമ്മുടെ തേനീച്ചേനെ കൊല്ലാൻ പറ്റുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതിനകത്തൊരു കൊതുകിൻ്റെ പടം പോലത്തെ എന്തൊരു ഇതാണ് കൊടുത്തേക്കണേ. നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നണേ. ഇതിനകത്തൊരു കൊതുകിൻ്റെ പടമാണ് കൊടുത്തേക്കണേന്നാണ് തോന്നണേ. ഇത് വെച്ച് നമുക്ക് നമ്മുടെ തേനീച്ചേനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നമ്മളെന്തായാലും ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ സൈക്കിളിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. യെസ് ഗൈസ്, അത് തന്നെയായിരുന്നു സംഭവം. നമ്മളങ്ങനെ എന്തായാലും തേനീച്ചേനെ എന്തായാലും തീർത്തിട്ടുണ്ട്. ഇതെന്താണ്, റോപ്പാ ഗൈസ്? എന്താ റോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമുക്ക് കിട്ടിയേക്കണേ. ഈ റോപ്പ് എന്തിനായിരിക്കും ഗൈസ്? അറിയില്ല കേട്ടോ. ഈ റോപ്പ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഈ റോപ്പ് എന്തിനാണ്? നമ്മുടെ ചാപ്റ്റർ 1 റോപ്പ് നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ റോപ്പ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ കേസ് ഈ റൂമിനകത്ത് എന്തോ കോഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എടാവ നമ്മൾ കണ്ട് റോപ്പ് എന്തായാലും നമ്മുടെ സൈക്കിളിലേക്ക് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് പോവാം ഗൈസ്. നമ്മുടെ കിഡ്നാപ്പറിനെ കാണാനില്ല. കിഡ്നാപ്പർ എവിടെ ഗൈസ്? കിഡ്നാപ്പർ എവിടെ ഗൈസ്? കിഡ്നാപ്പറിനെ കാണാനില്ല എന്തായാലും.
ഗൈസ് കിഡ്നാപ്പർ എന്തായാലും എങ്ങാണ്ടേക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടുന്ന് പോയാലാ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത്. ഫാമിലിയിലേക്കല്ല ഗൈസ് നമുക്ക് വരേണ്ടത്, നമുക്ക് നമ്മുടെ മൈനിലേക്കായിരുന്നു വരേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും മൈനിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഓയിൽ ക്യാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി നേരെ പോയിട്ട് നമ്മുടെ ട്രോളിയിലേക്ക് ഈ ഓയിൽ ഒഴിക്കണം. എന്നാലാണ് ഗൈസ് നമ്മുടെ ട്രോളി വർക്കാവത്തുള്ളൂ. നമുക്കെന്തായാലും സെറ്റ് ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, ട്രോളിയിലേക്ക് എന്തായാലും നമ്മുടെ ഇത് ഒഴിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകണ്ട ഗൈസ്, കാരണം ഞാൻ ആ വീഡിയോയിൽ കണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റബ്ബറിൻ്റെയോ എന്തൊരു ബൂട്ട് വേണം ഗൈസ്, ഒരു ഷൂ വേണം നമുക്ക്. ആ ഷൂ നമുക്ക് കണ്ടുപിടിക്കണം, അത് എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ലൈറ്റർ വേണം ഗൈസ്, കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ചെലന്തി വലയുണ്ട്, അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. ഞാൻ ആ വീഡിയോയിൽ കണ്ടതാണ്. നമുക്കെന്തായാലും നോക്കി നോക്കാം. നമുക്കൊരു ഷൂ വേണം ഗൈസ്. ആ ഷൂ എന്തിനാണെന്നും എടാ എന്താ സംഭവിച്ചേ ഗൈസ്? ഞാൻ അവനെങ്ങനെയാണ് അവിടെ വന്നേ അറിയില്ല കേട്ടോ. ഇതെവിടെയാണ് ഗൈസ് നമ്മൾ? ഓക്കെ ഗൈസ്, നമ്മൾ പെരപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അവനെങ്ങനെയാണ് അവിടെ വന്നേ ഗൈസ്? ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഓ മൈ ഗാഡ് ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും അതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പുള്ളിക്കാരൻ മേളിലേക്കാണ് വരുന്നത്. ഞാനെന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ മൈനിലേക്ക് തന്നെ പോവാം ഗൈസ്. എന്ത് കഷ്ടമാണ്. അവനെങ്ങനെ അവിടെ വന്നതെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഞാനെന്തായാലും സ്കൂളിലേക്കാണ് വന്നേക്കണേ. നമുക്ക് സ്കൂളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാനുണ്ടാവും ഗൈസ്. ഓക്കെ, മെഡിക്കൽ റൂമാണ് ഗൈസ്. നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓർക്ക ഗുളിക ഉള്ളത്. പക്ഷെ ആ റൂമിൻ്റെ കീ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമുക്ക് ലൈറ്റർ ഇട്ടിട്ടുണ്ട്. ലൈറ്റർ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ് ഗൈസ്. ഇവിടെ വേറെ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാനുണ്ടോ നോക്കട്ടെ. ഇതെന്താണ്? ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ ഗൈസ്, ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓ പണി പാളി ഗൈസ്, അവനാലും വരുന്നുണ്ട്. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ കയറി ഒളിച്ചിരിക്കാട്ടാ. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട്. അവനെന്തായാലും ഇപ്പം തന്നെ ഇങ്ങോട്ട് എന്തായാലും വരും ഗൈസ്, എന്തായാലും വരും ഇങ്ങോട്ട്, അത് നമുക്കറിയാം. ഓക്കെ, യു ക്യാൻ ഹൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചങ്ങായി. ഓക്കെ, അവൻ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടാ ഗൈസ്. അതെന്തായാലും നന്നായി. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് പോയി നോക്കണം. അവനെന്തായാലും താഴത്തേക്ക് പോയിട്ടുണ്ട്. ഞാനെന്തായാലും ഇവിടേക്ക് ഒന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. യെസ് ഗൈസ്, ഇവിടേക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നോക്കി നോക്കാം. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഇതെന്താണ് ഗൈസ്? ഞാൻ ആ മാഗ്നറ്റിലൊന്ന് ക്ലിക്ക് ചെയ്താണ്. ഓക്കെ, മാഗ്നറ്റ് അപ്പം ഇങ്ങനെയായിരുന്നു എടുക്കണ്ടേ. ഓക്കെ, നമുക്ക് എന്തായാലും അത് യൂസ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ലൈറ്റർ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടുന്ന് എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടാവും ഗൈസ്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, കണ്ട ഗൈസ്, ഇതാണ് സംഭവം. ലൈറ്റ് മാഗ്നറ്റിൻ്റെ അടിയിൽ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റ് കിട്ടുമായിരുന്നു. എന്തായാലും നമുക്ക് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും മിക്കവാറും താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കണ്ടിട്ട് തന്നെയാണ്. അല്ല നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, അവൻ അപ്പുറത്തേക്കാണ് പോയേക്കണേലാ ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നെങ്കിലും എസ്കേപ്പ് ആവണല്ലോ. നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പിടിക്കും ഗൈസ്, അത് വേറെ കാര്യമാണ്. ഓക്കെ, അവൻ മേളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സൗണ്ട് കേട്ട് എന്തായാലും അവൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ വരണ്ടോ നോക്കട്ടെ. അവൻ വരുന്നുണ്ട് ഗൈസ്, അവൻ വരുന്നുണ്ട്. ഓ ഗൈസ്, അവൻ നമ്മളെ കണ്ട് പിടിക്കരുത്. ഓക്കെ ഗൈസ്, നമ്മളവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് മിസ്സറാ, ഇപ്പം പണി പാളിയനെ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും മാഗ്നറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മാഗ്നറ്റ് എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ട് എന്തായാലും നമുക്ക് ഇടാം ഗൈസ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ ലൈറ്റർ മേളിലാണ്. ലൈറ്റർ നമുക്ക് പോയി എടുക്കേണ്ട കാര്യമുണ്ട് ഗൈസ്, കാരണം ലൈറ്ററിൻ്റെ ആവശ്യം തീർന്നിട്ടില്ല. ലൈറ്റർ നമുക്ക് എടുക്കണം. ഓക്കെ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ കേട്ടോ.
ഓക്കെ, ഒരു വെന്റിലേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ഇത് നമുക്ക് പൊളിക്കണമെങ്കിൽ എന്ത് സാധനം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്പാനർ ആയിരിക്കും ഗൈസ്. കാരണം ആ സ്ക്രൂ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണേ ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ അടുത്ത് എവിടെയും കണ്ടുണ്ട് കേട്ടോ. അവന് ഈ റൂമിനകത്ത് ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നണേ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം അവനും ഇവിടെ എവിടെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട്. കാരണം ഗൈസ് അത്രയ്ക്കും പേടിയും ടെൻഷനുമാണ് ഗൈസ്. കാരണം ചാപ്റ്റർ 1 പോലെ അല്ല ഗൈസ്, ഇത് ഭയങ്കര പാടാണ്. ഇതവന് എവിടെ നിന്ന് കയറി വരുന്ന നമുക്ക് പറയാൻ പോലും പറ്റില്ല ഗൈസ്, അതാണ്. ഓക്കെ ഗൈസ്, അവൻ താഴത്തുനിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് പോവായിരുന്നു, അപ്പുറത്തേക്ക് പോവായിരുന്നു. നമ്മുടെ ലൈറ്റർ എടുക്കണം ഗൈസ്. ലൈറ്റർ എടുക്കാണ്ട് വേറെ കളി നടക്കൂല. ലൈറ്റർ വെച്ചിട്ട് കളി തീർന്നിട്ടൊന്നുമില്ല. ലൈറ്ററും കൊണ്ട് ഇനിയുണ്ട് ഉപയോഗം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ആ ട്രെയിനിൻ്റെ ആ ഭാഗത്ത് ലൈറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും അവൻ വരുന്നുണ്ടോ ഗൈസ്? അവനെ കാണാനില്ല കേട്ടോ. ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് എന്തായാലും പോവാണ് ഗൈസ്. അവിടെ പോയി നമ്മുടെ ലൈറ്റർ എടുത്തുകൊണ്ട് വരണം. ഓക്കെ, അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് ഗൈസ്. അവനെ കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ അപ്പുറത്തേക്ക് പോയി കാണുമായിരിക്കും. നമുക്കെന്തായാലും നേരെ പോയി നമ്മുടെ ലൈറ്റർ എടുത്തുകൊണ്ട് വരാം. ഇവിടെ എങ്ങാണ്ടല്ലേ ഗൈസ് നമ്മുടെ ഓക്കെ ഗൈസ്, ഇവിടെ തന്നെയാണ് നമ്മുടെ ലൈറ്റർ. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കയറി ഒളിച്ച് നിൽക്കാം ഗൈസ്. കാരണം അവൻ മിക്കവാറും ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഈ സൗണ്ട് കേട്ടിട്ട് അവൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ച് നിൽക്കാം. ലൈറ്റർ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഈ ലൈറ്ററിന് നമ്മൾ നമ്മുടെ എന്താ പറയുക മൈൻഡിൽ കൊണ്ടുപോയി നമുക്ക് സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചേക്കാണ്. അവനെ കാണാനില്ലല്ലോ ഗൈസ്. അവനെവിടെ? നമുക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. ഓക്കെ ഗൈസ്, അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് കേട്ടോ. അവൻ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, അവൻ അടുത്തുണ്ടെന്നിട്ട് എനിക്ക് തോന്നണേ. ഓക്കെ, അവൻ അടുത്തുണ്ടെന്നിട്ട് തോന്നണേ.